കഴിഞ്ഞ വർഷത്തെ പൂരം അലങ്കോലമായത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് മന്ത്രി കെ രാജന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തുവരുന്നത്. പൂരം പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ അന്നത്തെ ADGP ആയിരുന്ന MR അജിത് കുമാർ തൃശൂരിലുണ്ടായിരുന്നു. പലതവണ ബന്ധപ്പെട്ടപ്പോഴും തന്റെ കോൾ പോലും അജിത് കുമാർ എടുത്തില്ല. പിന്നീട് പുറത്തുവന്ന വിവരങ്ങൾ അജിത് കുമാർ RSS നേതാക്കളുമായി നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നാണ്. ആ തലത്തിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കണമെന്ന് കെ രാജൻ പറഞ്ഞിരുന്നു. പറയാനുള്ള എല്ലാ കാര്യങ്ങളോടും മാധ്യമങ്ങളോട് പറഞ്ഞ നേരത്തെ വളരെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു. അതിൻ്റെ അന്വേഷണം നടക്കുകയാണ്. അത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആ മൊഴി അവർ പരിശോധിക്കും. ആ മൊഴി ഈ പൂരത്തിൻ്റെ ദിവസം അവതരിപ്പിക്കേണ്ട ഒരു പ്രശ്നവുമില്ല, അതിനൊരു പ്രത്യേകതയില്ല. ഇവിടെ വിശദീകരിക്കേണ്ടതായിട്ടുള്ള ഏതെങ്കിലും കാര്യം അതിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഗുരുതരമായ വീഴ്ച തൃശൂർ പൂരം നടത്തിപ്പിൽ സംഭവിച്ചുവെന്ന് പലതവണ മാധ്യമങ്ങളോടുൾപ്പെടെ CPI നേതാക്കളും മന്ത്രി കെ രാജനും വ്യക്തമാക്കിയിരുന്നു. പൂരം അടുത്തെത്തി നിൽക്കെയാണ് വീണ്ടും കഴിഞ്ഞ വർഷത്തെ വിവാദങ്ങൾ ചർച്ചയാകുന്നത്. രാജന്റെ മൊഴി പ്രാധാന്യത്തോടെ കാണണമെന്നാണ് LDF കൺവീനറുടെ ഉൾപ്പെടെ നിലപാട്. അത് പരിശോധിക്കല്ലോ, മന്ത്രിന്റെ മൊഴി പ്രധാനപ്പെട്ട തന്നെയാണ്. അപ്പോൾ അതെല്ലാം റിപ്പോർട്ടിന്റെ ഭാഗമായി പരിഗണിക്കപ്പെടുമല്ലോ. അത് റിപ്പോർട്ട് വരട്ടെ, വന്നിട്ട് എന്താണ് സ്ഥിതിഗതികൾ എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാം. കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിൽ ഇതുവരേക്കും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മനോജ് എബ്രഹാം നേതൃത്വം നൽകിയിരുന്ന അന്വേഷണം മാത്രമാണ് ഇതുവരേക്കും അവസാനിച്ചിട്ടുള്ളത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.